നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നുവോ? ഇന്നത്തെ കഥയുടെ പേരാണ് കള്ളൻ്റെ അമ്മ. പണ്ടൊരു സ്ത്രീക്ക് ഒരു മകനുണ്ടായിരുന്നു. പഠിക്കാൻ പ്രായമായപ്പോൾ അമ്മ മകനെ ഗ്രാമത്തിലെ പാഠശാലയിലാക്കി. അവന് പഠിത്തത്തിൽ താല്പര്യമില്ലായിരുന്നു. സഹപാഠികൾക്കും ഗുരുക്കന്മാർക്കും അവൻ വലിയ ശല്യക്കാരനായിരുന്നു. കുരുത്തക്കേടുകൾ കാണിക്കുന്നതിലായിരുന്നു അവന് കൂടുതൽ താല്പര്യം. പലരും സ്ത്രീയുടെ അടുത്ത് പരാതി പറഞ്ഞു. പക്ഷേ ആ സ്ത്രീ മകനെ ന്യായീകരിച്ചു. അവർ അവനെ ശാസിച്ചില്ല. മകൻ്റെ കുറ്റം പറയുന്നവരോട് അമ്മ വഴക്കിട്ടു. അങ്ങനെയിരിക്കെ മകൻ പുതിയ ഒരു ദുശീലവും ആരംഭിച്ചു. അവൻ സഹപാഠികളുടെ ഓരോ സാധനങ്ങളായി മോഷ്ടിക്കാൻ ആരംഭിച്ചു. അവയെല്ലാം വീട്ടിൽ കൊണ്ടുവരാനും തുടങ്ങി. അപ്പോഴും അമ്മ മകനെ ശാസിച്ചില്ല. അവർ മകനെ അനുമോദിച്ചു. പക്ഷേ മുന്നറിയിപ്പ് കൊടുത്തു. നീ വളരെ സൂക്ഷിച്ചു വേണം മോഷ്ടിക്കാൻ. ആരും അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മകൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊണ്ട് കൊച്ചുകുടിൽ നിറയാൻ തുടങ്ങി. സഹപാഠികളുടെ സാധനങ്ങൾ മാത്രമല്ല, അയൽപ്പക്കക്കാരുടെയും സാധനങ്ങൾ പതുക്കെ വീട്ടിലെത്താൻ തുടങ്ങി. അമ്മ വളരെ സന്തോഷിച്ചു. മകന് പ്രായമാകുമ്പോൾ താൻ വലിയൊരു ധനികയാകും, അമ്മ കരുതി. ബാല്യം കഴിഞ്ഞ് മകൻ കൗമാരത്തിലെത്തി. ഗുരുക്കന്മാരും നാട്ടുകാരും മകനെ കൊണ്ട് പൊറുതിമുട്ടി. സ്കൂളിൽ നിന്നും അവൻ പുറത്തായി. അവന് കള്ളൻ എന്ന ഓമന പേരും കിട്ടി. അമ്മയെയും ജനങ്ങൾ പുച്ഛിക്കാനും അകറ്റാനും തുടങ്ങി. അമ്മയ്ക്കും മകനും ഗ്രാമത്തിൽ താമസിക്കാൻ വയ്യാതായി. ഗ്രാമത്തിന് പുറത്തായി അവരുടെ താമസം. നാളുകൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. മകൻ അറിയപ്പെടുന്ന കള്ളനായി. അവൻ്റെ ദുഷ്കൃത്യങ്ങൾ പല ഗ്രാമങ്ങളിലേക്കും വ്യാപിച്ചു. ക്രമേണ അവൻ അമ്മയുടെ അടുത്ത് വരാതായി. മകൻ അസന്മാർഗികമായി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അമ്മ തൻ്റെ ദുർഗതി ഓർത്ത് വിലപിച്ചു. പട്ടിണിയും പരിവട്ടവും തന്നെ. ഗ്രാമത്തിലെ വീടുകളിൽ അവർക്ക് പ്രവേശനമില്ലായിരുന്നു. ആരും അവർക്ക് പണി കൊടുത്തില്ല. അമ്മ ഒരു പട്ടിണിക്കോലമായി. അവർക്ക് ഒരാഗ്രഹം മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. നഷ്ടപ്പെട്ടു പോയ മകനെ ഒന്ന് കണ്ടുപിടിക്കണം. ഒരു ദിവസം വളരെ പരവശയായി ആ സ്ത്രീ ഗ്രാമത്തിലെ ഒരു തെരുവിൽ കൂടി പോവുകയായിരുന്നു. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്. അന്ന് പതിവിലേറെ ആളുകൾ തെരുവിൽ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താവാം കാര്യം? രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ എഴുന്നള്ളുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളപ്പോഴാണ് സാധാരണയായി ആളുകൾ വഴിയോരത്ത് നിൽക്കുന്നത്. എന്തായാലും കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന തനിക്കെന്തു കാര്യം? പക്ഷേ രാജാക്കന്മാരുടെ എഴുന്നള്ളത്തായിരുന്നില്ല. വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ഒരു കള്ളനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ബഹളമായിരുന്നു അത്. സ്ത്രീ വഴിയുടെ ഓരത്തേക്ക് ഒതുങ്ങി നിന്നു. അവൾ ബഹളത്തിനിടയിലൂടെ കള്ളൻ്റെ മുഖം കണ്ട് ഞെട്ടിപ്പോയി. തൻ്റെ മകൻ, തൻ്റെ പ്രിയമകൻ. അവൾ ഭ്രാന്തിയെപ്പോലെ ആളുകളെ കുതറിമാറ്റി മുന്നോട്ടാഞ്ഞു. ഞൊടിയിടയ്ക്കുള്ളിൽ അവൾ മകൻ്റെ അടുത്തെത്തി. ആ അമ്മ വികാരവിക്ഷുബ്ധയായി മകനെ കെട്ടിപ്പിടിച്ചു. പക്ഷേ പെട്ടെന്ന് അതിദീനമായ ഒരു രോദനത്തോടുകൂടി ആ സ്ത്രീ പിന്നോട്ടു മാറി. അവളുടെ ചെവിയുടെ ഭാഗത്തു നിന്നും ചോര ചീറ്റി. മകൻ ആ അമ്മയുടെ ചെവി കടിച്ചെടുത്തിരുന്നു. ഭടന്മാർ ആ സ്ത്രീയെ പിടിച്ചു മാറ്റി നിർത്തി. അപ്പോൾ തികച്ചും നിർവികാരനായി കള്ളൻ ജനങ്ങളോട് പറഞ്ഞു, ഈ സ്ത്രീ മാത്രമാണ് എൻ്റെ അഭിശപ്തമായ ജീവിതത്തിനും നാശത്തിനും ഉത്തരവാദി. ഞാൻ ആദ്യമായി മോഷ്ടിച്ചപ്പോൾ ഈ സ്ത്രീ എന്നെ ശാസിച്ചില്ല, പകരം അനുമോദിക്കുകയാണ് ചെയ്തത്. അതെന്നെ കൂടുതൽ മോഷ്ടിക്കുവാൻ പ്രേരിപ്പിച്ചു. ഞാൻ വലിയ ഒരു കള്ളനും കൊള്ളക്കാരനുമായി. സമൂഹത്തിന് ഞാനൊരു ഭാരവും ഭീഷണിയുമായി. എനിക്ക് മരിക്കുന്നതിന് മടിയില്ല. ഞാൻ അർഹിക്കുന്ന മരണം തന്നെയാണിത്. പക്ഷേ ഞാനിന്ന് സംതൃപ്തനാണ്. എന്നെ അധമനാക്കിയ അമ്മയെ കാണാനും അവർക്ക് സമ്മാനം കൊടുക്കുവാനും എനിക്ക് കഴിഞ്ഞു. ആ അമ്മ പൊട്ടിക്കരഞ്ഞു. ഭടന്മാർ കള്ളനുമായി മുന്നോട്ട് നടന്നു. കൂട്ടുകാരെ, ഈ കഥയിലെ ഗുണപാഠം ഇതാണ്. കുട്ടികൾ തെറ്റു ചെയ്യുമ്പോൾ മുതിർന്നവർ ശാസിക്കുകയും തെറ്റു തിരുത്തുകയും ചെയ്യണം. അല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. മറ്റൊരു കഥയുമായി പിന്നീട് കാണാം.